വാക്സിൻ എടുത്തിട്ടും ഏറ്റവും സങ്കടകരവും എന്നാൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നതുമായ ഒരു വാർത്ത കൂടിയാണ്. വാക്സിൻ എടുത്തിട്ടും 7 വയസ്സുകാരിക്ക് പേ വിഷബാധ. കൊല്ലം സ്വദേശിയായ കുട്ടിയെ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏപ്രിൽ 8-നാണ് കുട്ടിയെ നായ കടിച്ചത്. ഏപ്രിൽ 28-ന് പനി ഉണ്ടായപ്പോൾ നടത്തിയ പരിശോധനയിലാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം വാക്സിൻ എടുത്തിട്ടും എങ്ങനെ രോഗബാധ ഉണ്ടാവുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് നമുക്ക് മുന്നിലുണ്ടാവുന്നത്. അടുത്തിടെയുണ്ടായ നിരവധി അനുഭവങ്ങൾ മുന്നിലുണ്ട്. ഏറെ സങ്കടപ്പെടുത്തുന്ന, ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടിയാണ് വരുന്നത്. അരുൺ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. BV അരുൺ, ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം പേ വിഷബാധയാണ്, കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് എന്നതാണ്. അമ്മയുടെ വിശദീകരണം പറയുന്നത് വീട്ടുമുറ്റത്തിരുന്ന കുട്ടിക്ക് പട്ടി വന്ന് കടിച്ചു എന്നതാണ്. എന്താണ് ഇത് സംബന്ധിച്ച് എന്തുകൊണ്ട് പേ വിഷബാധ ആ കുട്ടിയിൽ ഉണ്ടായി? പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തതിന് ശേഷവും എന്താണ് ആശുപത്രി നൽകുന്ന കൃത്യമായൊരു വിശദീകരണം? സാധാരണ ഒരു കുടുംബമാണ്, നിർദ്ധനായ ഒരു കുടുംബമാണ്. പക്ഷേ ആ കുടുംബം വളരെ കൃത്യമായി തന്നെ എന്താണോ ആരോഗ്യവകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടിക്ക് പട്ടികടി ഏൽക്കുന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അവിടെ താറാവിനെ വളർത്തുന്നുണ്ട്. ഈ പുറത്തുള്ളൊരു പട്ടി തെരുവുനായ വീട്ടിൻ്റെ അകത്തേക്ക് താറാവിനെ പിടിക്കാൻ പോയപ്പോൾ ഈ കുട്ടി അതിനെ തടയാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുട്ടിക്ക് കടിയേൽക്കുന്നത്. ആദ്യം ഈ അടുക്കള ഭാഗത്ത് വന്നു, അവിടെ നിന്ന് അമ്മ ഈ പട്ടിയെ ഓടിച്ചു വിടുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ പട്ടി മുൻവശത്ത് കളിക്കുന്ന കുട്ടിയെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കടിക്കുമ്പോൾ കയ്യിലാണ് കടിയേറ്റത്. അപ്പോൾ തന്നെ അവർ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെന്ന് പറയുന്നുണ്ട്. വൃത്തിയായി കഴുകി അതിനുശേഷം പ്രാഥമിക ആരോഗ്യത്തിൽ കൊണ്ടുപോയി മറ്റ് ചികിത്സ നടത്തി. അവിടെ നിന്ന് പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ആൻറ്റി റാബീസ് ഇഞ്ചക്ഷനൊക്കെ അവർ എടുത്തിരുന്നു. അതിനുശേഷം 8-ാം തീയതിയാണ് ഈ കടിയെടുക്കുന്നത്. 28-ാം തീയതിയാണ് ഈ കുട്ടിക്ക് പനി വരുന്നത്. പനി മാറാതെ വരുമ്പോൾ വീണ്ടും പരിശോധിക്കും. അങ്ങനെ SAT ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള നിർദ്ദേശം അവിടെ നിന്ന് താലൂക്ക് ആശുപത്രിയിൽ നിന്നോ മറ്റോ ഇവർക്ക് കിട്ടുകയായിരുന്നു. അങ്ങനെയാണ് അവർ SAT ആശുപത്രി കൊണ്ടുവരികയും അവിടുത്തെ പരിശോധനയിൽ വരുമ്പോൾ തന്നെ കുട്ടിക്ക് ഈ പേ വിഷബാധയുടെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പരിശോധനയിൽ പേ വിഷബാധ ഏറ്റു എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. എല്ലാ ചികിത്സയും വന്നിടത്ത് 1 ഡോസ് മാത്രമാണ് ഇനി എടുക്കാനുള്ളത്. അത് കൃത്യമായി അതും എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ പേ വിഷബാധ സ്ഥിരീകരിക്കുന്നത്. ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ കടിയേറ്റ സ്ഥലം അത് ഈ കൈയുടെ ഭാഗത്താണ്. ആ ഭാഗത്ത് കടിയേൽക്കുമ്പോൾ വളരെ ഞരമ്പുകൾ കൂടുതലുള്ള ഒരു ഭാഗമാണ്. അവിടെ കടിയേൽക്കുമ്പോൾ വളരെ വേഗം ഈ അണുവ്യാപനം ഉണ്ടായി. അവർ കഴുകിയതും അവർ മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തതും മറ്റു മരുന്ന് നൽകിയതുമൊക്കെ ശരിയാണ്. പക്ഷേ വളരെ വേഗം ഈ അണുവ്യാപനമുണ്ടായി. ആഴത്തുള്ള മുറിവായിരുന്നു. കുട്ടിയുടെ മുറിവ് പിന്നീട് ഈ 8-ാം തീയതി കടിയേറ്റ ശേഷം ആശുപത്രിയിൽ പോകുമ്പോഴൊക്കെ മുറിവ് ഉണങ്ങിയിരുന്നു. പക്ഷേ അകത്ത് വീണ്ടും വേദന വന്നു. അങ്ങനെയാണ് ഈ പനിക്ക് മുമ്പ് ഒരു തവണ ആശുപത്രിയിലേക്ക് പോകുന്നത്. ഈ മുറിവ് ഉണങ്ങിയ ഭാഗത്ത്, കരിഞ്ഞ ഭാഗത്ത് വീണ്ടും ഉള്ളിൽ നിന്ന് കുത്തൽ തോന്നുകയും അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തത്. ഈ അണുബാധ ആദ്യം തന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ പടർന്നിരിക്കാം, ബാധ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിഗമനം. 5 ലക്ഷത്തോളം പേർക്ക് ഈ പേ വിഷബാധയ്ക്ക് കുത്തിവയ്പ്പ് എല്ലാ വർഷവും എടുക്കുന്നുണ്ട്. അതിൽ വിരലെണ്ണുന്നവർക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒന്ന് ഈ കുട്ടിയായതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ മുറിവുണ്ടായി. പട്ടിയെ തടയാനൊന്നും ആ കുട്ടിക്ക് ആദ്യം കഴിഞ്ഞു കാണില്ല. ആഴത്തുള്ള മുറിവുണ്ടായി. അത് പെട്ടെന്ന് അണുബാധ ഉണ്ടായതാകാം ഈ ഒരു അവസ്ഥയുടെ കാരണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഒരു തരത്തിലും ഈ വാക്സിനെതിരായ ഒരു പ്രശ്നമായി ഇത് കാണാൻ കഴിയില്ല. കാരണം വാക്സിൻ എടുത്തവർക്ക് ഇത് വരുന്നു, വിഷബാധ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അത്രയധികം സാഹചര്യങ്ങളിലാകാം ഒരുപക്ഷെ വരുന്നത്. അപ്പുറത്തേക്ക് വാക്സിനെ ഒരു തരത്തിലും ഫലപ്രദമല്ലെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. കാരണം വലിയൊരു ഭീതി സ്വാഭാവികമായും പേ വിഷബാധ എടുത്ത ശേഷവും ഇത്തരത്തിൽ വിഷബാധ ഏൽക്കുമ്പോൾ വലിയൊരു ഭീതി സമൂഹത്തിലുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമില്ല. 5 ലക്ഷം പേർ പട്ടികടി ഏൽക്കുമ്പോൾ അതിൽ 1-2 പേർക്കാണ് ഇത്തരത്തിൽ പേ വിഷബാധ ഏൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്, ഗുരുതരമാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വെന്റിലേറ്ററിലാണ്. വീട്ടുകാരോടും അത് ആ രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്യാം എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. ചികിത്സ തുടരുന്നുമുണ്ട്. പക്ഷേ തികച്ചും ദയനീയമായ, തികച്ചും നിർഭാഗ്യകരമായ സംഭവമാണ് ഈ 7 വയസ്സുകാരിക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് കഴിഞ്ഞ ആഴ്ച സമാനമായൊരു സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. അത്തരം ഒരു അവസ്ഥയിലേക്ക് കുട്ടി കൂടി പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമവുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നത്. അപ്പോഴും ഈ പേ വിഷബാധ ഇത്തരത്തിൽ തുടർച്ചയായ അല്ലെങ്കിൽ പോലും ഇങ്ങനെ കുത്തിവയ്പ്പ് എടുത്തവർക്ക് കൂടി ഈ വിഷബാധ ഉണ്ടാകുന്നത് ആശങ്കയുണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും മരുന്ന് പൂർണ്ണമായ ഫലപ്രദമാണ്. അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അത്തരം പ്രചരണങ്ങൾ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് കർശനമായി തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട്. സേത്ത് അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. പ്രേക്ഷകരും ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഈ
തെരുവ് നായ ശല്യം അതിരൂക്ഷമായ ഒരു കാലഘട്ടത്തിലാണ് 10 മടങ്ങാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ തെരുവ് നായയുടെ ആക്രമണം വർദ്ധിച്ചത്. കൂട്ടത്തോടെ തെരുവ് നായ കുട്ടികളെയും മറ്റും ആക്രമിച്ച നിരവധി അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അത്തരം വാർത്തകളൊക്കെ നമ്മളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കുക, വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആ മുറിവ് വളരെ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നതാണ്. അതായത് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് ഈ വൈറസിൻ്റെ പരമാവധി വൈറസിനെ ഒഴിവാക്കാനുള്ള സാധ്യതകളിലൊന്ന് അത് കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് വാക്സിൻ എടുക്കേണ്ടത്. മാത്രമല്ല, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഇടത്താണ് മുറിവേറ്റതെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം, കൂടുതൽ ശ്രദ്ധിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു സംഭവം, പിന്നീട് ഇപ്പോൾ കൊല്ലത്തൊരു സംഭവം ഉണ്ടാകുന്നു. ഒപ്പം വാക്സിൻ എടുത്തതിന് ശേഷവും കുട്ടി മരണപ്പെട്ടു, പേവിഷബാധയുണ്ടായി മരണപ്പെട്ടു എന്നൊരു വാർത്ത പത്തനംതിട്ടയിൽ നിന്നുകൂടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഏറെ ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നൽകുന്നത്. എന്തായാലും കുട്ടിയുടെ സാഹചര്യം സംബന്ധിച്ച് അമ്മയുടെ പ്രതികരണം കൂടി പ്രസക്തമാണ്. കാരണം കൊല്ലം സ്വദേശിയായ അമ്മ പറയുന്നത് പട്ടി കടിയേറ്റ ദിവസം തന്നെ ചികിത്സ തേടിയിരുന്നതായിട്ടാണ് കൊല്ലത്തെ സ്വദേശിയായ കുട്ടിയുടെ അമ്മ പറയുന്നത്. ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. പനി മാറാത്തതിനെ തുടർന്നാണ് കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നും അമ്മ പ്രതികരിച്ചു. മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ മുറിവ് ഫുൾ കരിഞ്ഞു, കുഴപ്പമില്ല. ഞെക്കി നോക്കിയപ്പോൾ വേദനയൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു, അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു, ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി, കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അവക്ക് ഒരു 1.5 വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോവാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. യെസ്, അതാണ് അമ്മയുടെ പ്രതികരണം. എന്തായാലും അവർക്കറിയില്ലായിരുന്നു പേവിഷബാധയുടെ ലക്ഷണങ്ങളാണ് എന്ന കാര്യം. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇത്തരം സാഹചര്യം പറയുന്നത്. കുട്ടിയുടെ അവസ്ഥ ഗുരുതരമെന്നതാണ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ പ്രതികരണം. വാക്സിൻ എടുത്തെങ്കിലും ഇത്തരം രോഗാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാഡീവ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന മുറിവുകളാണെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ്. ഇന്ന് രാവിലെ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ഡോസ് മാത്രമേ ബാക്കിയുള്ളൂ. പട്ടിയുടെ കടി കിട്ടിയ ഉടനെ തന്നെ ഒരു വേണ്ട ചികിത്സകൾ ഉടനെ തന്നെ കഴുകുകയും അടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിൽ പോവുകയും ചെയ്തു. വാക്സിൻ എടുത്തു. ഇമ്മ്യൂണോഗ്ലോബുലിൻ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വാക്സിൻ എടുത്തതിലും കൊടുത്തതിലും എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഇത് വളരെയധികം മോർട്ടാലിറ്റി റേറ്റുള്ള ഒരു അസുഖമാണ്. വേൾഡ് ഓവർ 10-ൽ താഴെ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. 6 പേരോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ എങ്കിലും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെന്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇപ്പം വാക്സിൻ ഇഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വാക്സിൻ ഇഫക്റ്റീവ് ആണ്. ഡോഗ് ബൈറ്റിന്റെ ഒരു സിവിയറിറ്റിയും ആ സമയത്തുണ്ടാകുന്ന വൈറസ് ട്രാൻസ്മിഷനും ഒക്കെ ഒരു കാരണമാകാം. ഒരിക്കലും അതൊരു വാക്സിൻ ഫെയിലിയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ആരോഗ്യ SIT സൂപ്രണ്ടിന്റെ പ്രതികരണം. അതാണ്. കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തിൽ തന്നെയാണ് കുട്ടി ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ